നമസ്കാരം. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിച്ചത്. പല സംസ്ഥാന മാധ്യമങ്ങളും അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. സുഭാഷ് ബാഗേൽ എന്ന് പറയുന്ന ഛത്തീസ്ഗഡിലെ ബത്സാർ ജില്ലയിലെ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ, അദ്ദേഹം ക്രിസ്ത്യാനിയായി പോയി എന്നതിൻ്റെ പേരിൽ ഗ്രാമത്തിലെ പൊതു ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം മറവ് ചെയ്യാൻ അനുവദിച്ചില്ല. അത് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മൃതശരീരം മറവ് ചെയ്യണമെന്ന മകൻ മഹേഷ് ബഘേലിൻ്റെ അഭ്യർത്ഥന അതും ഗ്രാമത്തിലെ സംഘപരിവാർ സംഘടനകൾ എതിർത്തു. അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു. നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ തൊട്ടു പിറ്റേ ദിവസം സുപ്രീം കോടതിയുടെ വിധി അതിനേക്കാൾ വേദനിപ്പിക്കുന്നതായി. 2 ജഡ്ജിമാർ 2 തരത്തിലുള്ള വിധി പറഞ്ഞുകൊണ്ട് അവസാനം 30 കിലോമീറ്റർ അകലെയുള്ള ക്രിസ്ത്യൻ ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ സുഭാഷ് ബാഗേലിൻ്റെ മൃതശരീരം മറവ് ചെയ്യാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം രാജ്യത്തെ ഭരണഘടനയെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന വിശ്വസിക്കുന്ന എല്ലാ ജനങ്ങളെയും നിരാശപ്പെടുത്തുന്നതായി പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ വർഷം പത്തനംതിട്ടയിലെ കോന്നിയിൽ ശാരദ എന്ന് പറയുന്ന 90 വയസ്സുള്ള സ്ത്രീയെ മറവ് ചെയ്യാൻ ഭൂമി അനുവദിക്കാതിരുന്നപ്പോൾ, ബന്ധുക്കൾ ഭൂമി നൽകാതിരുന്നപ്പോൾ, തൊട്ടടുത്തുള്ള വിജയ് വിൽസൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്വന്തം ഭൂമിയിൽ നിന്ന് ഒരു ഭാഗം അവരെ സംസ്കരിക്കാൻ വിട്ടുകൊടുത്തൊരു നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ജമ്മു കാശ്മീരിലെ എല്ലാവരും പറയും വർഗീയവാദികളാണ്, അവിടെ വിഘടനവാദം. പക്ഷേ ഒരു കഥ നിങ്ങളൊക്കെ വായിച്ചിരിക്കും. 2023 കുൽഗാമിലെ ഒരു മോഹൻലാൽ പണ്ഡിറ്റ് എന്ന് പറയുന്ന ഹിന്ദു പണ്ഡിറ്റ് മരണപ്പെട്ടപ്പോൾ ആ ഗ്രാമത്തിലെ മുസ്ലിങ്ങൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് വേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഭൂമി അവർ അനുവദിച്ചുകൊണ്ട് അവിടെ തന്നെ അവർ സംസ്കരിച്ചു എന്ന വലിയൊരു വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ നമ്മളൊക്കെ വായിച്ചതാണ്. അങ്ങനത്തെ ഒരു രാജ്യത്ത് ക്രിസ്ത്യാനിയായി പോയി എന്നതിൻ്റെ പേരിൽ ഈ സഹോദരൻ്റെ മൃതശരീരം മറവ് ചെയ്യാൻ അനുവദിക്കാതിരുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതായില്ല. അതേക്കുറിച്ച് സുപ്രീം കോടതിയുടെ വിധി അതിനേക്കാൾ വേദനിപ്പിക്കുന്നതായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? മതത്തിൻ്റെ പേരിൽ നമ്മൾക്ക് എല്ലാ കാലത്തും നാമൊക്കെ പറയാറ് 6 അടി മണ്ണിൻ്റെ ഉടമസ്ഥനാണ് താനെന്ന് എല്ലാവരും പറയാറുണ്ട്. ആ 6 അടി മണ്ണും ഇപ്പോൾ നിഷേധിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ. ഒരു ക്രിസ്ത്യാനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമിയിൽ പോലും സംസ്കരിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് നിഷേധിക്കപ്പെടുകയാണ്. സംഘപരിവാറും കാസയും ഒരു ഭാഗത്ത് കൈകോർത്തുകൊണ്ട് ഈ രാജ്യത്ത് മതവിദ്വേഷം വളർത്തുന്ന സമയത്ത് മറുഭാഗത്ത് ഛത്തീസ്ഗഡിലെ ബത്സാർ ജില്ലയിലെ ഈ സഹോദരന് ക്രിസ്ത്യാനിയായി പോയതിൻ്റെ പേരിൽ സ്വന്തം ഗ്രാമത്തിൽ പോലും സ്വന്തം ഭൂമിയിൽ പോലും മറവ് ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യം കാണാതെ പോകരുത്. എല്ലാവരും പ്രതികരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി.